ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടൻസുകൾ എഡിറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ഫോക്കസ് കീവേഡ് വെബ്സൈറ്റിൻ്റെ ഒരു ഹോമിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്കെല്ലാം ഗ്രീൻ ടിക്കിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇവിടുത്തെ സ്കോർ കൂട്ടുവാൻ സാധിക്കും. അതായത് ഞാൻ വേറെ വെബ്സൈറ്റിൻ്റെ കാണിക്കുവാണെങ്കിൽ നമ്മളിവിടെ ഒരു 76 എന്ന് പറഞ്ഞൊരു റേറ്റ് ഒരു സ്കോർ കാണിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് എല്ലാം ഒന്നും ചെയ്തിട്ടില്ല, അതും ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ കീവേഡ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നമുക്ക് സ്കോർ കൂടും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് ഇനി ചെയ്യാനുള്ളതെന്ന് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ മാക്സിമം നമ്മൾ കവർ ചെയ്യാനുള്ളത് കവർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് H1, H2, H3, H4 അങ്ങനെയുള്ള ടാഗുകളെല്ലാം നമ്മൾ മാക്സിമം അത് ഒപ്റ്റിമൈസ് ചെയ്ത് കീവേഡ് ഫ്രണ്ട്ലി ആക്കി എടുക്കുക. അതോടൊപ്പം തന്നെ കീവേഡുകൾ മാക്സിമം കീവേഡ് സ്റ്റഫ് ചെയ്യാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിവിടെ സ്കോർ കൂടുവാൻ സാധിക്കും. സോ ഇവിടെ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനനുസരിച്ച് ഇനി ഇവിടെ ചേഞ്ച് ആയിക്കോളും. അപ്പോൾ ഇനി അത് കൂടുതൽ ഇനി വർക്ക് ചെയ്യണം, എന്നാലേ ഉള്ളൂ ആ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ കീവേഡ് ഡെൻസിറ്റി 0.07 അതൊരു കീവേഡ് ഡെൻസിറ്റി, പക്ഷേ കീവേഡ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നോളും. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൺ പേജിൻ്റെ റാങ്ക് മാത്ത് യൂസ് ചെയ്തുകൊണ്ടുള്ള കീവേഡ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഓരോ സജഷൻ വരും. ഈ സജഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ആഡ് ഇൻറ്റേർണൽ ലിങ്ക്സ്, അതായത് ലിങ്കുകൾ ഒരു വെബ്സൈറ്റിൽ ഒരു പേജിൽ നിന്നും നമുക്ക് മറ്റൊരു പേജിലേക്കൊക്കെ കണക്ഷൻ ഇൻറ്റേർണൽ ലിങ്ക്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഇവിടെ ഒരു ഓൾട്ട് ടെസ്റ്റ്, അതായത് ഇമേജിൻ്റെ കൂടെ നമുക്ക് ഒരു ഓൾട്ട് ടെസ്റ്റ് നമുക്ക് കൊടുക്കണം. അതായത് ഇവിടെ നമുക്ക് ഹോം പേജിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഇമേജ് എന്താണ് ഒരു ഓൾട്ട് ടെസ്റ്റ് കൊടുക്കണം. അതിന് നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ഗാലറിയിൽ അല്ലെങ്കിൽ മീഡിയയിൽ ചെല്ലും. അവിടെ നമുക്ക് ഓൾട്ട് ടെസ്റ്റ് നമുക്കിവിടെ കൂടെ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഫോക്കസ് കീവേഡ് തന്നെ നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി SEO ഫ്രണ്ട്ലി എന്ന ആ ഒരു മെത്തേഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനിവിടെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് ഞാനിവിടെ കൊടുക്കുന്നു. അതിനുശേഷം ക്യാപ്ഷൻ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് തന്നെയാണ് അങ്ങ് കൊടുക്കുന്നത്, വേറെ ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾക്ക് ഓൾട്ട് ടെസ്റ്റ് ഇത് തന്നെ കൊടുക്കുക, എന്നിട്ട് അതിന് ശേഷം ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ എന്താണ് അതിന് ശേഷം നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളിവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നില്ല. അതായത് ലൈവിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് തന്നെ അവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ മാറണമെന്നില്ല, കുറച്ച് ടൈം എടുക്കുമായിരിക്കും അതിൻ്റെ ആ ഒരു ചേഞ്ചസ് വരാനായിട്ട്. സോ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചെയ്യുമ്പോൾ അത് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേന് ആ ഓൾട്ട് ടെസ്റ്റും ടിക്കായി കിടക്കുന്നത് അല്ലെങ്കിൽ അത് ഓണായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഓൺ പേജിൽ നമ്മൾ ഇതിൻ്റെ ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ അതായത് അതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത് കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുന്നത്. പിന്നെ ടൈറ്റിൽ റീഡബിലിറ്റി, അത് SEO ടൈറ്റിൽ നല്ലതാണ്. അതുപോലെ തന്നെ കണ്ടൻറ് റീഡബിലിറ്റി അതും കുഴപ്പമില്ല, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗ്രീൻ ടിക്ക്. സോ ഇനി ഇവിടെ ഉള്ളത് അഡീഷണൽ ആണ്. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതെടുത്ത് നോക്കാം. പിന്നെ നമ്മൾ തൊട്ട് മേളിലേക്ക് ടോപ്പിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തൊട്ടപ്പുറം അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഇത് നമുക്കവിടെ ഇൻഡെക്സ്, നോ ഇൻഡെക്സ്, നോട്ട് ഫോളോ അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്കവിടെ കാണാൻ പറ്റും. അതായത് ഇത് ഇൻഡെക്സ് ചെയ്യണോ അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ ഇതൊരു നോ ഫോളോ ലിങ്ക് ആണോ എന്ന് നമുക്കിവിടെ തീരുമാനിക്കാൻ പറ്റും. അതായത് റോബോട്ട്സ് മെറ്റ എന്ന് പറയുന്നതിൻ്റെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് റോബോട്ട്സുകളുണ്ട്. ഈ റോബോട്ട്സ് അല്ലെങ്കിൽ robot.txt ഫയൽസ് ഉണ്ട്. ഈ ഫയൽ നമ്മൾ ആദ്യം ഒരു സെർച്ച് എഞ്ചിൻ്റെ ബോട്ടുകൾ വന്ന് ആദ്യം സ്ക്രോൾ ചെയ്യുന്നത് ഈ robot.txt ഫയൽസ് ആയിരിക്കും സ്ക്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രോൾ ചെയ്ത് അതിനുശേഷം അത് ഇൻഡെക്സ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ഒരു ലിങ്കുകൾ നമ്മൾ robot.txt ഫയലിലേക്ക് നമ്മൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഹോം പേജ് ക്രോൾ ആവുകയും ഇൻഡെക്സ് ചെയ്യുക അങ്ങനെയുള്ള പ്രോസസ്സിങ് ചെയ്യാൻ സംഭവിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇത് നമുക്ക് ഇൻഡെക്സ് ചെയ്യണം വേണ്ടിയോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ നോ ഫോളോ നമുക്ക് robot.txt ഫയലിൽ നമുക്ക് ഇത് നോ ഫോളോ ആയിട്ടും ഡു ഫോളോ ആയിട്ടും, അതായത് നോ ഫോളോ എന്ന് പറയുമ്പോൾ അതോറിറ്റികൾ പാസ് ചെയ്യുന്നില്ല, ഡു ഫോളോ ആകുമ്പോൾ അതോറിറ്റി പാസ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ തീരുമാനിക്കാം. അഡ്വാൻസ്ഡ് എന്ന് പറയുന്നതിൻ്റെ അവിടെ നമുക്ക് ഇൻഡെക്സ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കത് കൊടുക്കാം. അതെല്ലാം നോൺ ഇൻഡെക്സ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാം. അതുപോലെ നോ ഫോളോ ലിങ്കുകൾ, ഡു ഫോളോ ലിങ്ക്സ് ഉണ്ട്, അത് നമുക്ക് ഇവിടെ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തൊട്ട് താഴേക്ക് വരുമ്പോൾ കനോനിക്കൽ URL എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. കനോനിക്കൽ URL എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹോം പേജ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ഒരു പേജിന് ഒരുപാട് URL കാണും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുത്ത് അതിന് URLs ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കാം. ചിലപ്പോൾ നമ്മളിവിടെ ഇവിടെ നമുക്ക് മൗസ് നമ്മളിവിടെ പോയിന്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് താഴെയായിട്ട് നമുക്കിവിടെ
URL കാണിച്ചു തരും. അതായത് ഇവിടെ ഇത് കണ്ടോ, URL, അതായത് learndigitalplus.info/hash എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരൊറ്റ പേജിനകത്ത് തന്നെ ഒരുപാട് URL ഉണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചില പേജിൻ്റെയൊക്കെ ഇൻഫോയ്ക്ക് ശേഷം വീണ്ടും സ്ലാഷ് ഇട്ട് എഴുതുന്നു, അല്ലെങ്കിൽ വീണ്ടും വേറെ എന്തെങ്കിലും URL, അതായത് എല്ലാത്തിനും ഒരു പല URL ആയിരിക്കും കാണുന്നത്. പക്ഷേ റീഡയറക്റ്റ് ചെയ്യുന്നതെല്ലാം ഒരൊറ്റ സിംഗിൾ ഹോം പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് കോമൺ ആയിട്ടുള്ള ഒരു പേജ് തന്നെയാണുള്ളത്, പക്ഷേ ഒരുപാട് ലിങ്കുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇങ്ങനെ നമുക്ക് വരുന്ന കേസിൽ നമുക്ക് ഈ ഒരു ബോട്ടിനോട് അല്ലെങ്കിൽ ഗൂഗിളിനോട് നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കണം, ഏതാണ് നമ്മുടെ കറക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ ഏതാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ലിങ്കാണ് ഗൂഗിളിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരുപാട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കറക്റ്റ് നമ്മളെന്താ പിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ലിങ്ക് എന്നുള്ളത്, അതായത് ഒരുപാട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ ഒരു പേജിൽ തന്നെ മൾട്ടിപ്പിൾ ലിങ്കുകൾ URL ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണോ കറക്റ്റ് URL അത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കിവിടെ ആ ഒരു URL നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു പേജിന് ഡിഫറെൻറ്റ് URLs നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ ബോട്ടുകൾക്ക് കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് അതിവിടെ കൊടുത്ത് കാനോനിക്കൽ URL നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബ്രെഡ് ക്രംബ് ടൈറ്റിൽസ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം. അതായത് നമുക്ക് ഒരു വെബ്സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് യൂസർക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഹോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹോം പേജിലാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ അതിന് ശേഷം നമ്മളിത് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റിന് ശേഷം ഇതിപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മളെന്താ ഇത് റിഫ്രഷ് ചെയ്ത് കൊടുക്കും, നമ്മുടെ വെബ്സൈറ്റ് റിഫ്രഷ്. അപ്പോൾ നമ്മൾ കാനോനിക്കൽ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെഡ് ക്രംബ് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റിൻ്റെ SEO വർക്കുകളിൽ ഓൺ പേജ് നമ്മൾ ഒരുപാട് ഇനിയും ചെയ്യാനായിട്ടുണ്ട്. ഇത് നമ്മൾ സൈറ്റ് മാപ്പ് യൂസ് ചെയ്ത് സൈറ്റ് മാപ്പിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ robot.txt ഫയലിനെ പറ്റി ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ആ ഒരു ടൂള് നമ്മൾ ഇതുമായിട്ട് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് അതിനകത്തേക്ക് നമ്മളിനി ഓരോ വെബ്സൈറ്റ്, അതായത് നമ്മൾ ഫിനിഷ് ചെയ്ത ഓരോ പേജസിൻ്റെയും URL നമ്മൾ ഈ ഒരു ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ആ ഒരു ടൂളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷമായിരിക്കും അതിൻ്റെ ഇൻഡെക്സ് അങ്ങനെയുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും നമുക്കത് റാങ്കിങ്ങിലേക്ക് വരുന്നതും അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ നമുക്ക് വരുന്നത്. സോ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നമുക്കിനി എവിടെയാണ് സൈറ്റ് മാപ്പ്, എന്താണ് robot.txt ഫയൽ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.